ഗുഡ് മോർണിംഗ് മിസ്റ്റർ ദേവ ആൻഡ് ഗുഡ് മോർണിംഗ് ദർശൻ. നിങ്ങൾ രണ്ടുപേരും ഒരു 5 മിനിറ്റ്സ് ലേറ്റ് ആണ്. യാ ഐ എം സോറി, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്. ആ ഇറ്റ്സ് ഓക്കെ. എന്തായാലും നമുക്ക് മീറ്റിങ്ങിലേക്ക് കിടക്കാം. മിസ്റ്റർ ആർ കെ, ഡി ഡി ഗ്രൂപ്പിന് വേണ്ടി പുതിയ ഏത് പ്രോജക്റ്റാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? എന്താ പുതിയ ബിസിനസ് ട്രാക്ക്? ഡി ഡി ഗ്രൂപ്പിന് ദോഷം വരുന്നതും ഈ ആർക്കെ ചെയ്യില്ലെന്ന് അറിഞ്ഞൂടെ? ഞാൻ പുതിയൊരു ബിസിനസിന്റെ കാര്യം പറയാനാണ് വന്നത്. ഒരു ഷോപ്പിംഗ് മാളിനെ കുറിച്ച്. ഷോപ്പിംഗ് മാള് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഷോപ്പിംഗ് മാൾസ് ഉണ്ടല്ലോ ആർ കെ. അതിൽ ഡി ഡി ഗ്രൂപ്പ് പുതിയതായിട്ടൊന്ന് കൊണ്ടുവന്ന വെച്ചാൽ നമുക്ക് ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല. ദേവിന്റെ ദർശന്റെ സമയം കളയാൻ വേണ്ടി ഞാൻ വെറുതെ ഇവിടെ വന്നിരിക്കത്തില്ലല്ലോ. ലാഭമുള്ള കാര്യമാണ്. ഷോപ്പിംഗ് മാൾ സിറ്റിയുടെ സെൻട്രലിലുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയിലാണ് വരേണ്ടത്. ആ സിറ്റിയുടെ സെൻട്രൽ ആയതുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങളോ ഒരു വ്യക്തിക്ക് വേണ്ട ആവശ്യങ്ങളോ ഉൾപ്പെടുത്തുന്നതിനൊപ്പം ഇപ്പോഴത്തെ യങ് ജനറേഷന് വേണ്ടിയുള്ള ഒരു ഗെയിമിംഗ് സെൻറ്ററും കൂടി, ഓൺലൈൻ ഗെയിമിംഗ് സെൻറ്റർ, അതും കൂടി അതിൽ ഉൾപ്പെടുത്തണം. ആർ കെ വെൽ പ്ലാനഡ് ആയിട്ടുള്ള നീങ്ങുന്നത് ഗെയിമിംഗ് സെന്റർ. ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു ദേവ. നിങ്ങൾക്ക് എന്തായാലും ഈ ബിസിനസ് ട്രാക്ക് ഇഷ്ടമായല്ലോ. ആർ കെ, ഒരു പ്രശ്നമുണ്ടല്ലോ ആർ കെ. ഞങ്ങളുടെ അച്ഛൻ്റെ പേരിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത്. അച്ഛൻ ഇതുവരെയായിട്ടും അതിലൊന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു ഹോസ്പിറ്റൽ വേണമെന്ന്. നിങ്ങൾ രണ്ടുപേരും ഗിരി സാറിൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്ക്. എൻ്റെ പ്ലാനെല്ലാം ഒന്ന് വിശദീകരിച്ച് കൊടുത്താൽ മതി. ലാഭം കിട്ടുന്ന കാര്യമാകുമ്പോൾ സാറ് സമ്മതിക്കും. യാ വി വിൽ ട്രൈ. ദശ, നീ എന്താ ഇത്ര ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ വല്ല കേസും തടഞ്ഞിട്ടുണ്ടോ? അതൊന്നുമല്ല, ഞാൻ ആർ കെ പറഞ്ഞ കാര്യം ചിന്തിക്കായിരുന്നു. അച്ഛൻ സമ്മതിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ആ പ്രോപ്പർട്ടി അച്ഛനൊരു സെൻറ്റിമെൻസാണ്. അതെന്താന്നുള്ളതാ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എനിക്കും അതിൻ്റെ കുറ്റൻസ് അറിയത്തില്ല. ബട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. എനിക്ക് ഈ ബിസിനസ് താല്പര്യമുണ്ട്. ഗെയിമിംഗ് സെൻറ്റർ ആൻഡ് ഷോപ്പിംഗ് മോൾ ഇൻട്രസ്റ്റിംഗ്. അമ്മ പ്ലീസ് അച്ഛൻ്റെ അടുത്ത് പറയാം. ദർശ, എൻ്റെ അടുത്ത് ചെനുക്കാൻ നിൽക്കണ്ട, ഞാൻ പറയില്ല. നിങ്ങൾ രണ്ടുപേരും വലിയ വക്കീലന്മാരല്ലേ, നിങ്ങൾക്കങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ വലിയ നാവാണല്ലോ പറയാൻ. ഈ കാര്യം പറയാൻ മാത്രം എന്താ? എനിക്കാരും പേടിയൊന്നുമില്ല, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞതാ. പക്ഷെ ഇവൻ സമ്മതിക്കണ്ടേ? എടാ ദേവ, നിനക്ക് അറിഞ്ഞൂടെ ആ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ അച്ഛൻ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നുള്ളത്? അപ്പൊ എന്റെ മക്കൾക്ക് നന്നായിട്ട് അച്ഛന്റെ സ്വഭാവം അറിയാം. എന്നിട്ട് പിന്നെ എന്തിനാ ചോദിക്കാൻ നിൽക്കുന്നേ? എല്ലാ ഫയലും ഞാൻ സൈൻ ചെയ്ത് അയച്ചതാണല്ലോ. ഇനി എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് അയച്ചാൽ മതി. ആ ദേ, അച്ഛൻ വരുന്നുണ്ട്. എന്താ ചായക്കോ? ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ ഇടപെടാനില്ല കേട്ടോ. എന്താ അവിടെ? ഞാൻ വന്നപ്പോ നിശബ്ദമായില്ല എല്ലാവരും. എന്തിനെ കുറിച്ച് ഇത്ര ചർച്ച? എന്നെ ഒഴിവാക്കിയിട്ട് എന്താ മക്കളെ? അച്ഛാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് പിന്നെ പിന്നെ എന്താ? അത് പിന്നെ നീ വായിലിട്ട് മുടിമുടിങ്ങാതെ കാര്യം പറയുന്നുണ്ട് ചെറുക്ക. എന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? അച്ഛാ, അവൻ വാ തുറന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാര്യം പറഞ്ഞോളാം. അച്ഛൻ, നമ്മളൊരു ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചിരുന്നല്ലേ? അതിന്റെ തോടുമായിട്ട് ഇന്ന് ആർ കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സിറ്റി ഭാഗത്ത് കിടക്കുന്ന ആ പ്ലോട്ടില്ലേ, അത് ഒന്ന് ആവശ്യപ്പെട്ടു. എൻ്റെ പൊന്നുമക്കളെ, അത് കണ്ട് കൊതിക്കണ്ട. ഞാൻ മുന്നേ നിങ്ങൾക്ക് വാണി തന്നിട്ടുള്ളതാ ആ പ്ലോട്ടിലേക്ക് നിങ്ങളുടെ കണ്ണ് പോവണ്ടെന്ന്. വായി എന്തുകൊണ്ട് ഇതുവരെയുടെ അച്ഛൻ അതിനൊരു മറുപടി തന്നിട്ടില്ലല്ലോ? അവിടെ എത്ര ലാഭം കിട്ടുന്ന സ്ഥലമാണെന്ന് അറിയോ? അത് വിട്ടുവെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ പ്ലേസ് എനിക്ക് അവകാശപ്പെട്ടതല്ല. ആ പ്ലോട്ടിനുടമ എൻ്റെ അനിയത്തിയ. നിങ്ങൾക്ക് ആ പ്ലോട്ടിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ യഥാർത്ഥ അവകാശി അവളുടെ അനുവാദം വേണം. അപ്പം അത് അച്ഛൻ്റെ സ്ഥലമല്ലേ? നീരജാൻറ്റിയുടെ സ്ഥലമാണോ? അച്ഛൻ്റെ അനുജത്തി തമിഴൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ആദ്യം ഇവിടെ പറയണമെന്ന് അത്യാവശ്യം ഉണ്ടോ നിനക്ക്? രണ്ടുപേരോടും കൂടി പറയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അവളെ പോയി കണ്ടുപിടിക്കും. എന്നിട്ട് അവളുടെ അനുവാദം പേടിച്ചിട്ട് എന്താ ചെയ്തോ? ഞാൻ ഇനി ഇതിനൊന്നും തടസ്സം നിൽക്കുന്നില്ലേ? ഇതിന് വലിയ തടസ്സം വരാനിരിക്കുന്നുണ്ടോ? ഒന്നാതെ അച്ഛൻ്റെ പ്രോപ്പർട്ടി അല്ല, ഞാൻ എൻ്റെ ഉടമസ്ഥയെ കണ്ടുപിടിക്കാൻ പോകണം. ഉടമസ്ഥ അനുവാദം തരണം. ബിസിനസ് നടന്നത് തന്നെ. ഡോണ്ട് വറി ദർശൻ. നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും. അവരെ കണ്ടുപിടിക്കാൻ നമുക്ക്.
ദർശ, ഡാ. ആ, നീ എന്താ അവിടെ? നീ ഇരിക്കാതെ വേഗം ഡ്രസ്സ് പാക്ക് ചെയ്യാൻ നോക്ക്. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണം. 4 മണിയുടെ ട്രെയിനിന് പോവാനുള്ളതാ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇത് എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നേ? അച്ഛന്റെ പുന്നാര അനിയത്തി ചെന്നൈയിലുണ്ട്, അങ്ങോട്ട് പോകുന്ന കാര്യം. ദേവ, നീരജാന്റിനെ കണ്ട ഓർമ്മ പോലെ എനിക്കില്ല. നമ്മള് ഇപ്പോ അവരോട് സ്നേഹബന്ധം കൂടാൻ ചെന്ന, അതും ആ പ്ലോട്ടിന് വേണ്ടി അവരത് എഴുതി തരും തോന്നുന്നുണ്ടോ നിനക്ക്? നൈറ്റ് സമയമല്ലേ, ദർശൻ നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അവരുടെ അടുത്ത് നമ്മൾ ബന്ധം കൂടാനല്ല ചെല്ലുന്നത്, നമ്മുടെ ആവശ്യം നടക്കാൻ മാത്രമേ വേണ്ടൂ. നീ ഉറങ്ങാൻ നോക്ക്. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre, empty out the reservoir. Yeah. ഡേ, ആ കുന്ത്രാണ്ടൊന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ തല്ലി പൊട്ടിക്കാത്. അമ്മ, നീങ്കളാ എന്നാച്ചമ്മ? കുറച്ചുകൂടി കേട്ട് നീ എന്റെ ചെവി അടിച്ചു പോയേനെ. എന്ത് ശബ്ദത്തിലാണ് അത് വെച്ചിരിക്കുന്നത്? പിന്നെ എന്തുട്ട് നീ കാട്ടിക്കൂട്ടുന്നേ? എന്തോ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നത്? അമ്മ, ഞാൻ ഡാൻസ് പണിട്ട് ഇരുന്നേ. എന്നാച്ചും കേൾക്ക്? ഈ അഴിഞ്ഞാടുന്നതിനാണോ ഡാൻസ് എന്ന് പറയുന്നത്? ഡാൻസ് എന്ന് വെച്ചാൽ നിനക്ക് എന്താണെന്നറിയോ? അതൊരു കലയാ, അതിനിങ്ങനെ അപമാനിക്കണോ? എഴഞ്ഞാട്ടത്തേക്ക് ഞാൻ പാമ്പില്ലേ അമ്മ? എഴഞ്ഞാടല്ലടി, അഴിഞ്ഞാട്. ഇതുപോലത്തെ കോപ്പറായിട്ട് നീ ഇവിടെ കാണിക്കരുത്. മര്യാദയ്ക്ക് ക്ലാസിക് ഡാൻസ് പഠിപ്പിക്കുന്നതല്ലേ, അതങ്ങ് കളിച്ചാൽ പോരെ. ഇതിന്റെ കൊച്ചുപ്പൊടിയോ അതല്ലെങ്കിൽ ഭരതനാട്യോ, അതല്ലാതെ ഈ കോപ്പറായിട്ടൊക്കെ കാണിക്കുന്നതിനാ? അമ്മ, ഇത് ന്യൂ ജനറേഷൻ സോങ്സും ഡാൻസും ഒക്കെയാണ്. അതൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ ഒരുപാട് ഏജായി, അതുകൊണ്ടാ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷെ ഇത് റോൾഡ് ഗോൾഡാ. ഞാൻ റോഡ് ഗോൾഡ് ആണോടി നിനക്ക്? ആണോടി ഞാൻ റോഡ് ഗോൾഡാ? അയ്യോ, എന്നടി പണി വെച്ചേ. ஐயோ நாகவல்லி, இங்கிருந்து எனக்கு ஆபத்துதா. அம்மா സോറി, മன்னிച്ചിടുങ്കോ, ഉണ്മയെ சொன்னേ. സാധന, ഓടാതെ അവിടെ നിന്നോണം. നീ എവിടം വരെ ഓടുന്ന എനിക്ക് നോക്കണല്ലോ. തിരിച്ചു നീ ഇങ്ങോട്ടല്ലേ വരുന്നേ? നിന്നെ ഞാൻ അപ്പ എടുത്തോളാം. സത്യം പറഞ്ഞതാണല്ലോ, നീ ശരിയാക്കി തരാൻ നിന്നെ ഞാനെന്ന്. അത് സാധനയല്ലേ? ഇവിടെ എങ്ക പോരെ? ഡേ സാധന, മെല്ലടി അങ്കേ. സാധന, யாரிது? அஸ்வின், நீயா? நீ எந்த ഇവിടെ? அது நான் உங்ககிட்ட கேட்கணும். நீ என்னடி இங்க பண்ணிட்டு இருக்க? வല്ല மதம் பிடிச்ச ஆனகள்ல இருந்து ഈ റോഡ് കൂടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നേ. ஏண்டா, உனக்கு என்ன பத்தி இமேஜின் பண்ணிட்டு இவ்வளவு கன்றாவியாதா கிடைச்சதா? ആനയ്ക്ക് മതം എന്ന് പറയുന്നത് ഇത്ര തെറ്റായ വാക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, വാക്ക മുടിയില്ല, കൺട്രാവി ഏർക്കടി മൂഞ്ചി. ശരി, എന്നാച്ച്? அஸ்வின், உன் மாமா கிட்ட சொல்லி உன் மாமியை டிவோர்ஸ் பண்ண சொல்லடா. உன் அப்பா அம்மாவுக்கு டிவோர்ஸ் பண்ணி வைக்கணுமா? അടി ലൂസ്. മാമിയായിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയോ? എന്താ പ്രശ്നം? നീ പോയി നിന്റെ മാമിയുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി. ഞാൻ നിന്റെ സൈക്കിൾ എടുക്കുവാണേ. ബൈ. ലൂസ്. ஆனா உன் காதல்ல நான் தாண்டி லூஸ் ஆயிருக்கேன். என்னடியே என்ன பண்ணி வச்சிருக்கேன்? என்னால முடியல. I love you ചെല്ലാം. സാധന, I love you. ദർശനി വരുന്നുണ്ടോ? വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുകയാണോ? ഓ, ഞാൻ വരാം. ചൂടെടുത്തിട്ട് വയ്യ, അതേ ഈ വെള്ളം എടുക്കുന്നത്. ഓ, നീ എത്ര ദൂരം നടക്കണം? ഇവിടെ ഒരു ടാക്സി പോലും കിട്ടില്ലേ? നീ നടക്കല്ലല്ലോ ദേവ, ഊടല്ലേ, നിക്ക്, ഞാനുണ്ട്. ഓ, തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഏയ്, അയ്യോ, എന്താ? അയ്യോ, ദേവാ, അയ്യോ, മன்னிச்சிடுங்க, തപ്പ് பண்ணிட்டேன். ഓരാടി നീ? എടി, നീയോ? നീങ്ങളാ? അയ്യോ, സാധന, നീനെ പിന്തുടർന്ന് കൊല്ലാൻ നോക്കാണല്ലേ? നിന്നെ അന്ന് ചെറിയ കേസിൽ അകത്താക്കാൻ പാടില്ലായിരുന്നു. അറ്റംപ്റ്റ് മർഡർ കേസിൽ അകത്താക്കണമായിരുന്നു. എടാ ദർശ, പോലീസിനെ വിളിക്കടാ. അയ്യോ, വീണ്ടും പോലീസാ? തപ്പുതാ, അനത് தெரியாம സംഭവിച്ചത്.
ഐ മീൻ അറിയാതെ പറ്റിയതാ. ഞാൻ മർഡർ ചെയ്യാനൊന്നും അല്ല. കള്ളം പറയുന്നത് കള്ളി. നിന്റെ വന്നല്ലേ എന്റെ ബാക്കിൽ വന്ന് ഇടിച്ചത്, ഞാൻ തലയും കുത്തി വീണത്. അപ്പൊ നീ തന്നെ കാരണം. നീ ഇനി ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കുന്നുണ്ട്. താൻ ഒരുപാട് അങ്ങ് പറയണ്ട. തന്റെ പേക്ക് വന്നിടിച്ചത് പാണ്ടിലോറിയൊന്നല്ലോ, എന്റെ സൈക്കിളല്ലേ. എന്റെ ബാക്കിൽ ഇടിച്ചിട്ട് എന്റെ സൈക്കിളിന്റെ അവസ്ഥ നോക്ക്. തനിക്കെതിരെ ഞാനാ കേസ് കൊടുക്കേണ്ടത്, എന്റെ സൈക്കിൾ നശിപ്പിച്ചതിന്. പിന്നെ നിന്റെ പേട്ട സൈക്കിളിനെതിരെ പോലീസുകാരോടെ കേസ് എടുക്കാതിരിക്കല്ലേ? എന്റെ ബാക്കിനെക്കാട്ടും വലുതാണോടി നിന്റെ ഈ ആക്രിക്കാർക്ക് പോലും വേണ്ടാത്ത ഈ സൈക്കിള്. എന്റെ സൈക്കിളിനെ വല്ല പറഞ്ഞല്ലോ. എന്റെ സൈക്കിളല്ല ആക്രി, താനാണ് ആക്രി. താൻ കേസ് കൊടുക്കണേ, എപ്പോൾ കേസ് കൊടുക്കണേ, എപ്പോൾ കേസ് കൊടുക്ക്. ഞാനും കൊടുക്കൂടെ കേസ്. താൻ എന്റെ പിറകെ ഇവിടെ വരെ എത്തി എന്നെ ശല്യം ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഓ തോളം എനിക്ക് ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരും. വല്ല കത്തി തന്നെ രണ്ടുപേരും കിട്ടിയിരുന്നെങ്കിൽ കുത്തുകൊല്ലിയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ദർശ, നീയോ? എന്റെ ദൈവം ഒന്ന് വിട്ടേക്ക്. അവൾക്ക് അറിയാതെ പറ്റിയിട്ടാണ് പറയുന്നില്ലേ. നീ എന്തിനാ അതിന് കേസ് കൊടുക്കാൻ പോകുന്നു? ദർശൻ എന്താ ഇവിടെ? സാധന, അത് എന്റെ റിലേറ്റീവ് ഒരാൾ ഇവിടെ ഉണ്ട്. അവരെ കാണാൻ വേണ്ടി വന്നതാ. അതൊക്കെ ശരി, പക്ഷേ ഈ പിങ്കിന്റെ ഒപ്പം എന്താ ചെയ്യുന്നേ? പിങ്ക് നിന്റെ നീ ഇവിടെ പുറത്തിറക്കിയ കാരണം കേട്ടാ. ഇല്ലെങ്കിൽ അവളെ അകത്ത് കിടന്നതിന് എന്തെന്നേക്കുമായിട്ട് ഗോതമ്പൂടെ തിന്നിട്ട്. ദൈവം ഒന്നും മിണ്ടാതിരിക്കെ. എന്റെ പൊന്നു സാധന, ദൈവം എന്റെ ഏട്ടനാ, ബ്രദർ. അതെപ്പോ മുതല്? ശരിക്കും ജനിച്ചപ്പോ മുതല് ശരിക്കും. ആഹാ, നിങ്ങളുടെ പിറകിൽ അശ്വൻ വരുന്നുണ്ടല്ലോ. അശ്വൻ? അതേതവനത്? ഇവിടെ ആരും കാണുന്നില്ലല്ലോടാ. അവളവിടെ? ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. താ ഓടിപ്പോകുന്നു, അങ്ങോട്ട് നോക്ക്. വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വല്ല ബോഡി ഗാർഡ്സിന് കൊടുത്താൽ മതിയായിരുന്നു. എന്റെ ജീവൻ ഇവിടെ ആപത്താണെന്ന് ഇപ്പഴാ മനസ്സിലാവുന്ന. എന്താ ദൈവം അത്? അവളെന്താ വല്ല കൊട്ടേഷൻ ടീമിൽ ആളാണ് അവളിങ്ങനെ പേടിക്കാൻ വേണ്ടി. നീ വാ, നമുക്ക് വീട് അന്വേഷിച്ച് പോവാ. ആരാ? എന്ത് വേണം? മിസ് നീരജയല്ലേ? അയ്യോ ആന്റി, അല്ല സോറി അമ്മായി, ഞാൻ ഗിരിയുടെ മോനാ. മകനാണോ? അതെ, ഞാൻ മൂത്ത മോനാ ദേവ. എന്റെ അനിയനാ ദർശൻ. മക്കൾ അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറി വരൂ. ഞങ്ങള് വന്നത് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരേണ്ടി വന്നത്. എന്തിനാ മക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്ക് സന്തോഷമുള്ള നിങ്ങൾ വന്നതല്ലേ. എനിക്കറിയാം ഏട്ടൻ എപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കുന്നത്. ഞാൻ അതിന് മാത്രം വലിയ തെറ്റല്ലേ ചെയ്തത്. പാവന്റെ ഏട്ടൻ എന്നെ ശപിക്കും വെറുക്കൊക്കെ ചെയ്യുന്നുണ്ടാവൂല്ലേ? ഇല്ല അമ്മായി, അച്ഛനൊരിക്കലും അമ്മായിനെ വെറുക്കുകയോ ശപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിൽ വിഷമവും ദേഷ്യം ചെറുതായിട്ടുണ്ട്. അതുകൊണ്ടെങ്കിലും അച്ഛൻ്റെ ആ കുഞ്ഞു പെങ്ങളേനെ അച്ഛൻ ഇപ്പോഴും ഒരുപാട് മിസ് ചെയ്യും, ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. മോനിത് പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. എൻ്റെ ഏട്ടൻ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടല്ലോ, സ്നേഹിക്കുന്നുണ്ടല്ലോ. അല്ല, മക്കൾക്കൊന്നും കഴിക്കാനും കുടിക്കാനും എടുത്തല്ലല്ലോ. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളിപ്പോ ട്രെയിനിൽ കഴിച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട. എന്നാ മക്കളൊരു കാര്യം ചെയ്യും, പോയി ഫ്രഷ് ആവാൻ നോക്ക്. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് റെസ്റ്റ് ചെയ്തോ. അപ്പേക്കും അമ്മായി നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കാം. അയ്യോ അമ്മായി, അതൊന്നും വേണ്ട. എന്ത് വേണ്ട നീ പറയുന്നേ? മക്കള് പോയി ഫ്രഷ് ആവാൻ നോക്ക്. എനിക്ക് സന്തോഷം കൊണ്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. നിങ്ങൾ ചെല്ല്, മുകളിലേക്ക് കയറിയ ഫസ്റ്റത്തെ റൂം തന്നെ കേട്ടോ. അവിടെ പോയി ഫ്രഷായി റെസ്റ്റ് ചെയ്യാപ്പോഴേക്കും. ദർശ, ആ റൂമാണെന്ന് തോന്നുന്നു. ഈ റൂമിൽ കയറിയപ്പോഴൊരു സമാധാനമായത്. അമ്മായിക്ക് എന്തായാലും നല്ല ലൈഫാല്ലേ, വീടൊക്കെ നല്ല അടിപൊളിയാ. അമ്മേ, നീ കയറി കിടന്നോ? എടാ, യാത്ര ചെയ്ത് വന്നതല്ലേ, ഫ്രഷ് ആയിക്കൂടെ? ഞാനിപ്പോ ഒന്നും ഫ്രഷ് ആവണില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. എനിക്ക് എന്തായാലും ഫ്രഷ് ആവണം. ആ നീർക്കോലി എന്നെ തള്ളിയിട്ടിട്ട് ആകെ മീത്ത് മുഴുവൻ ചളിയാ. നാഗവല്ലിനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി സണ്ണിച്ചായനെങ്ങാനും വന്ന് തളച്ചോ?
ആ തിളപ്പിക്ക് എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ വേഗം റൂമിൽ കയറി പോവാ. എന്താ ഇവിടെ എനിക്ക് വീട് മാറിപ്പോയോ? നല്ല കാഴ്ച. എടി നീർക്കോലി, നീ എന്താണ് ഇവിടെ? കണ്ണടക്കടി. നീ പോയി വീട് ബെഡ്റൂം ഒക്കെ കണ്ടുപിടിച്ചല്ലോ. മിസ്റ്റർ, ഇത് എൻ വീട്, എൻ റൂം. ഞാൻ എന്തിനാ കണ്ണടക്കണം? തനിക്ക് വക്കീൽ പണിക്ക് കാശൊന്നും കിട്ടുന്നില്ലേ? എന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ കയറിക്കുന്നത്. നിന്റെ വീടോ? അപ്പോ നീ താൻ എനിക്കെതിരെ കേസ് കൊടുത്താണല്ലേ? തന്നെ പോലീസ് പിടിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ അമ്മ അപ്പ, யாராவது வாங்க, கள்ளன் கள்ளன். അയ്യോ ആരാത് വാങ്ങ, കള്ളൻ. എടി നീർക്കോലി ഒച്ച വെക്കില്ലടി. എടി നിന്നെ നോക്ക ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? ഇവളെന്താ ഇവിടെ? നീ എന്തിനാ അവളെ വാപ്പത്ത് പിടിച്ചിരിക്കുന്നത്? വിടറാ അവളെ.